ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇത് രണ്ടുമാണ്. ഇത് നിവ്യയുടെ ഡിയോഡ്രൻസിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് വേരിയൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഒരെണ്ണം പേൾ ആൻഡ് ബ്യൂട്ടി ആണ്, ഒരെണ്ണം ഫ്രഷ് നാച്ചുറൽ ആണ്. സോ ഫസ്റ്റ് നമുക്ക് പേൾ ആൻഡ് ബ്യൂട്ടിയുടെ റിവ്യൂ ചെയ്യാം. ഓക്കെ, ഇതിന്റെ പാക്കേജിങ്ങിനെ പറ്റി ഫസ്റ്റ് പറയാം. ഇതൊരു ഗ്ലാസ് പാക്കേജിംഗ് ആണ്. സോ ഒട്ടും ട്രാവൽ ഫ്രണ്ട്ലി അല്ല. താഴെ വീണ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകും. ഓക്കെ, ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഡിയോഡ്രന്റ് പേൾ ആൻഡ് ബ്യൂട്ടി ആണ്. ഇത് 48 hours പ്രൊട്ടക്ഷൻ, 0% ആൽക്കഹോൾ ആൻഡ് സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ അണ്ടർആംസ് എന്നാ പറയാ. ഇത് റോൾ ഓൺ ടൈപ്പ് ആയതുകൊണ്ട് അണ്ടർആംസിന് ഇത് അടിപൊളിയാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് വിയർക്കുന്നവരൊക്കെ ഉണ്ട്, ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അണ്ടർആംസ് ഡാർക്കൻ ആവുമെന്ന് ചോദിച്ചാൽ എനിക്കിതുവരെ അങ്ങനത്തെ ഒരു പേഴ്സണൽ ഫീലിംഗ് ഇല്ല. സോ അതിനെപ്പറ്റി എനിക്കറിയില്ല. പിന്നെ ചിലവരുടെ റിവ്യൂ ഇത് ഡാർക്കൻ ആവുമെന്ന് ഞാൻ കാണുകയും ചെയ്തു. ബട്ട് എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇതിന്റെ എക്സ്പയറി ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 4 years ഉണ്ട് എക്സ്പയറി. 19 to 22 വരെയാണ് ഇതിന്റെ എക്സ്പയറി പറയുക. ഇതിന്റെ പ്രൈസ് കുറച്ച് പ്രൈസി സൈഡാണ്. ഇത് 185 ആണ് ഇതിന്റെ പ്രൈസ്. ആൻഡ് ഇത് 50 ml ഓഫ് പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ നെറ്റ് കണ്ടന്റ് എന്താന്ന് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ അവരൊരു ഇമെയിൽ ID പറഞ്ഞിട്ടുണ്ട്, അതിൽ കയറി നോക്കാനായിരിക്കും മേ ബി. അല്ലാതെ എന്താണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് അവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. 0% ആൽക്കഹോൾ റെഫേഴ്സ് ടു 0% ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നുണ്ട്. ആൽക്കഹോൾ ഒട്ടും ചേർന്നിട്ടില്ല. സോ നമ്മൾ വലിയ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. മേ ബി കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. മീൻസ് ഡാർക്കനാവില്ലായിരിക്കും. സോ ഇതിന്റെ പാക്കേജിങ് ഞാൻ ഒരു തവണ പറഞ്ഞു, ഇത് ഭയങ്കര ഗ്ലാസ് ടൈപ്പ് ഓഫ് പാക്കേജിങ് ആണ്. ഇനി ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് അടപ്പിന് പ്രശ്നമൊന്നും വരില്ല. പക്ഷെ ഇത് വക്ക കുപ്പി ടൈപ്പാണ്. സോ ഇത് താഴെ വീണ പൊട്ടിപ്പോവും. ഇതിന്റെ ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു റോൾ ഓൺ ആപ്ലിക്കേറ്റർ ആണ്. സോ നമ്മുടെ അണ്ടർആംസിലാണെങ്കിലും പിന്നെ നമ്മുടെ ബോഡിയിൽ എവിടെയാണെങ്കിലും ഇത് യൂസ് ചെയ്താൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി. ഒറ്റ റോളിൽ ഇത്രയും പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടാറ്. കണ്ടോ, ഇതിന്റെ ഒരു സ്മെല്ലെന്ന് പറയാനാണെങ്കിൽ പേൾ ആൻഡ് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നോർമൽ ഇതിന്റെ മോയ്സ്ചറൈസർ ഇല്ലേ ഒരു ബ്ലൂ കളറിലുള്ള ആ സെയിം സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിനും. ഇത് അണ്ടർആംസ് ഭയങ്കര സ്മൂത്ത് ആക്കി വെക്കും എന്നാ പറയുന്നത്. അണ്ടർആംസ് സ്മൂത്ത് ആക്കുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് പെർഫ്യൂം സ്മെൽ വൈസ് അടിപൊളിയാണിത്. അപ്പോൾ ഇതിന്റെ റിവ്യൂ ഏകദേശം ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് 1.5 മാസമായി. പ്രോഡക്റ്റ് ഒട്ടും തന്നെ ഇതിൻ്റെ അകത്ത് വിസിബിൾ ആകുന്നുണ്ടോ? കണ്ടോ, ഇത്രയും പ്രോഡക്റ്റ് എനിക്ക് പോയിട്ട് തീർന്നിട്ടുള്ളൂ. ഇത്രയും 1.5 മാസം ഞാൻ ഒറ്റ തവണ യൂസ് ചെയ്യത്തുള്ളൂ. ഓവറായിട്ട് യൂസ് ചെയ്യാറില്ല. കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ അണ്ടർആംസിൽ ആ ഒരു അണ്ടർആംസ് ആണെങ്കിലും നെക്കിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും ആ ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്രഷ് നാച്ചുറലിന്റെ റിവ്യൂ ചെയ്യാം. ഇതെന്ന് പറയുന്ന ഒരു മിൽക്കി കൺസിസ്റ്റൻസിയാണ്, ഒരു മിൽക്ക് കൺസിസ്റ്റൻസിയാണ്. പക്ഷെ ഇതങ്ങനല്ല, ഇത് പ്യുവർ ഓൺ ട്രാൻസ്പെറൻറ്റ് കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഇതും എക്സാക്ട് അതേപോലെ തന്നെയാണ്. ഇത് ഫ്രഷ് നാച്ചുറൽ എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ലോങ് ലാസ്റ്റിംഗ് ഫ്രഷ്നെസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റേതാണ് സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ അണ്ടർആംസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് അണ്ടർആംസ് എന്ന് അവർ മെൻഷൻ ചെയ്യുന്നില്ല. ബട്ട് ഫ്രഷ്നെസ് ലോങ് ലാസ്റ്റിംഗ് ആണ്. 48 hours പ്രൊട്ടക്ഷൻ രണ്ടിനും തരുന്ന പറയുന്നത്. പക്ഷെ സ്മെല്ല് അടിപൊളിയാട്ടോ. നമ്മളിപ്പം രാവിലെ യൂസ് ചെയ്താൽ വൈകിട്ടാണെങ്കിലും നമ്മൾ ഫ്രഷ് ആവാൻ കയറുമ്പോഴും നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടാറുണ്ട് ഇതിന്. ഇതും പാക്കേജിങ് വൈസ് സെയിം ആണ്. അതേപോലെ തന്നെ 4 years എക്സ്പയറി ഉണ്ട്. ഇതിന്റെയും റേറ്റ് 185 തന്നെയാണ്. എക്സാക്ട് ഇതും 50 ml ഓഫ് പ്രോഡക്റ്റ് മാത്രമേ ഇതിനുള്ളൂ. ഇതും 0% ആൽക്കഹോൾ റെഫേഴ്സ് ടു 0% ഈഥൈൽ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. ഇതിന്റെയും നെറ്റ് കണ്ടന്റ് ഇതിൽ ഇവർ മെൻഷൻ ചെയ്യുന്നില്ല. അതിനൊരു ഇമെയിൽ ID തന്നിട്ട് അതിൽ കയറി നോക്കാനാണ് പറയുന്നത്. ഇനി ഇതിന്റെ സ്മെൽ വൈസ് പറയുകയാണെങ്കിൽ കണ്ടോ, ആ സെയിം എക്സാക്ട് അതേപോലെ തന്നെയാണ് ഇതിന്റെ റോൾ. ഒന്ന് റോൾ ചെയ്യുമ്പോൾ വരിക. ഇത് ഫ്രഷ് ഫീലിംഗ് ആട്ടോ ഭയങ്കര. മറ്റേതൊരു മിൽക്കി ടൈപ്പ് ഓഫ്, അതായത് നമ്മുടെ മോയ്സ്ചറൈസർ ഇല്ലേ ആ സെയിം സ്മെല്ലാണെങ്കിൽ ഇത് പക്ഷെ അങ്ങനല്ല. ഇത് കുറച്ചുകൂടെ നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് നമുക്ക്. അതെങ്ങനെ ഇപ്പൊ പറയാം, നമുക്കിപ്പോ ഇന്ന സ്പെസിഫിക് ഒരു സാധനത്തിന്റെ സ്മെല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു ഫ്രഷ് ഫീല് കിട്ടും. പക്ഷെ എനിക്ക് പേഴ്സണലി പെർഫ്യൂം അതായത് സ്മെല്ല് കൂടുതലും ഇതിന്റെയാണ് ഇഷ്ടപ്പെട്ടത്.
അതുകൊണ്ട് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഒരല്പം സ്മെല്ല്, ഇതൊരു ഫ്രഷ് ഫീലാന്ന് പറഞ്ഞാലും ഒരു നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന സ്മെല്ലായിരിക്കില്ല. പക്ഷെ ഇതങ്ങനല്ല, ഇത് നമുക്കൊരു ഇച്ചിരി ഇഷ്ടം തോന്നുന്ന ഒരു സ്മെല്ലാണ്. സോ ഇത് രണ്ടും, ഇതും ഞാൻ മറ്റേതുപോലെ തന്നെയാണ് യൂസ് ചെയ്യാറ്, മാറി മാറിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതും ഇതാ ഇത്രേ തീർന്നിട്ടുള്ളൂ. രണ്ടും ഞാൻ 1.5 മാസമായി വാങ്ങിയിട്ട് മാറി മാറി ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ടും. എന്താണ് ഇതിൻ്റെ നിങ്ങൾക്കൊരു റിവ്യൂ തരാനായിട്ട്. സോ എനിക്കിതിൻ്റെ പേഴ്സണൽ ഇതായിട്ട് എല്ലാവരും പറയുന്ന ഒരു ദോഷം അണ്ടർ ആംസിൽ യൂസ് ചെയ്താൽ ഡാർക്കൻ ആവുമെന്നാണ്. എനിക്കങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് പേൾ ആൻഡ് ബ്യൂട്ടിയാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടെ ഗേൾസിന് കുറച്ച് ഇഷ്ടമുള്ളൊരു സ്മെല്ല് ഈ പേൾ ആൻഡ് ബ്യൂട്ടിയുടെതാണ്. സോ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഒട്ടും ട്രാവൽ ഫ്രണ്ട്ലി അല്ല. 185 ഇത്രയും പ്രോഡക്റ്റ് സത്യം പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മുടെ വിവലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അല്പം എക്സ്പെൻസീവ് സൈഡ് ആണ് ഇതിൻ്റെ റോളോൺ. പക്ഷേ സ്മെല്ല് ഭയങ്കര സൂത്തിങ് സ്മെല്ലാണ്. പിന്നെ ആ ബ്രാൻഡിനും ഒരു എന്താ പറയുക, ഒരു ഫെയിമുള്ള ബ്രാൻഡാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ വിലയായിരിക്കും. പക്ഷെ പെട്ടെന്നൊന്നും തീരില്ല കേട്ടോ. ഇപ്പോൾ 1.5 മാസമായിട്ട് എൻ്റെ ഇത്രേ തീർന്നുള്ളൂ. ഇപ്പോൾ ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് തന്നെ, രണ്ടിൻ്റെയും കൂടെ കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ ഇത്രേ തീരാൻ വഴിയുള്ളൂ. സോ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് പേൾ ആൻഡ് ബ്യൂട്ടി ആയിരിക്കും. ബിക്കോസ് എനിക്ക് ആ സ്മെല്ലാണ് കുറച്ചുകൂടെ ഒരല്പം കൂടെ ഇതിനെക്കാട്ടി ഇഷ്ടപ്പെട്ട. അതിനർത്ഥം ഇത് കൊള്ളില്ല എന്നല്ല, ഫ്രഷ് നാച്ചുറൽസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ. ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. 185 ആണ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രൈസ്. എങ്കിൽ ആമസോണിൽ ഒരു 160 ആ റേഞ്ചിൽ കിട്ടാറുണ്ട്. എപ്പോഴും ഓഫേഴ്സ് അവൈലബിൾ ആണ്. സോ അങ്ങനെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.